ഇന്ന് രാവിലെ തന്നെ നമുക്ക് കാച്ചിൽ വയ്ക്കാൻ പോവാം കേട്ടോ. അമ്മയാണ് ഇത് നട്ട് വെച്ചേക്കുന്നത്. വള്ളിയൊക്കെ പിടിച്ചു നോക്കി ഇതിൻ്റെ കട ഇവിടെ തന്നെയാണെന്ന് അമ്മ ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ചുറ്റും നിൽക്കുന്നത് നമ്മുടെ ചീരച്ചേമ്പാണ് കേട്ടോ. ചീരച്ചേമ്പ് കണ്ടിട്ടില്ലാത്തൊരു കണ്ടോളൂ. ഈ ഒരു ചേമ്പ് നമുക്ക് നമ്മുടെ ചീരയുണ്ടല്ലോ അത് വെക്കണ പോലെ തന്നെ നമുക്ക് വെച്ച് കഴിക്കാൻ നല്ലതാണ് കേട്ടോ. അതിൻ്റെ ചുവട്ടിലാണ് അമ്മ ഈ ഒരു കാച്ചിൽ നട്ട് വെച്ചേക്കുന്നത്. ഇതിൻ്റെ വള്ളിയൊക്കെ പിടിച്ച് വേണ്ടിയിട്ട് കട കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി ഇത് തോണ്ടിയെടുക്കുന്നത് കുറച്ച് റിസ്ക്കാണ് കേട്ടോ. കാരണം ഇതിൻ്റെ അവിടെ ഇവിടെയൊന്നും മുട്ടരുത്, തട്ടരുത്. അമ്മയ്ക്ക് ഭയങ്കര ചിട്ടയുണ്ട്. അമ്മ പതുക്കെയാണ് ഈ സാധനം മാത്രം അമ്മ പറിക്കണം ഞാൻ കണ്ടിട്ടുള്ളൂ. ഇത് നമുക്ക് ഈ ഫോഴ്സിലൊക്കെ തപ്പിപ്പോകത്തില്ലേ, അവർ ടൂൾസൊക്കെ എടുക്കണ പോലെയാണ് കേട്ടോ അമ്മ കാച്ചിൽ പറിക്കാനായിട്ട് ഇറങ്ങണത്. ഒരു തൂമ്പ അത് ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മ കുറേ സാധനങ്ങളൊക്കെ തപ്പിക്കൂട്ടി എടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ ചേച്ചിയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ ചേച്ചിയെ നമുക്ക് കാണാൻ കിട്ടാറില്ല. നമ്മൾ കാച്ചിൽ വെച്ച കുഴിയിൽ ഒരു ചീരച്ചേമ്പ് നട്ടു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചേച്ചി ഒപ്പം തന്നെ കുറച്ച് വിത്ത് പറിച്ചെടുക്കുന്നുണ്ട് കാച്ചിലിൻ്റെ. പിന്നെ ഇത് കഴുകിയെടുക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ അതിൻ്റെ കളർ കാണാനായിട്ട്. നല്ല ഭംഗിയുള്ളൊരു കളറാണ്. ഒരു വയലറ്റ് അല്ലെങ്കിൽ പർപ്പിൾ എന്നൊക്കെ പറയുമല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഇതാ നോക്കി ചേച്ചിയാണിത് കഴുകിയെടുക്കണത്. നമ്മുടെ അടുത്ത് ഇപ്പോൾ വെള്ളക്കാച്ചിലും ഉണ്ട് നീലക്കാച്ചിലും ഉണ്ട് കേട്ടോ. വെള്ളക്കാച്ചിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് വെള്ള കളറായിരിക്കും. നീലക്കാച്ചിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വയലറ്റ് അല്ലെങ്കിൽ പർപ്പിൾ കളറായിരിക്കും കേട്ടോ ഇതുപോലെ. അപ്പോൾ ഇത് കഴിച്ചിട്ടുള്ളവർ ഒന്ന് പറയാൻ മറക്കരുത് കേട്ടോ.